എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള അപേക്ഷകൾ ഇന്ന് അവസാനിക്കും. ഇന്ന് വൈകുന്നേരം 4 മണി വരെ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്പോട്ട് അഡ്മിഷനുള്ള അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. ഇതുവരെ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾ, അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ, അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾ എന്നിവർക്ക് ഈ ഒരു ഹയർ സെക്കൻഡറി സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി എങ്ങനെയാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുത്ത് ഈ ഒരു അപേക്ഷ നൽകിയ ശേഷം ഇതിൽ അഡ്മിഷൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളതാണ്. പല വിദ്യാർത്ഥികളും സ്പോട്ട് അഡ്മിഷൻ റിസൾട്ട് എപ്പോഴാണ് എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾ വേക്കൻസി പരിശോധിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാ സ്കൂളിലേക്കും നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അപ്പോൾ നിരവധി വേക്കൻസീസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവിധ സ്കൂളുകളിലേക്കും നിങ്ങൾക്ക് ഓപ്ഷനുകൾ സമർപ്പിക്കാം. അത് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന ഏതൊരു സ്കൂളിലെയും ഏതൊരു കോഴ്സിലേക്കും നിങ്ങൾ ഓപ്ഷനുകൾ നൽകേണ്ടതാണ്. ഇത് റാങ്ക് ലിസ്റ്റ് വഴിയായുള്ള അഡ്മിഷൻ ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവിധ സ്കൂളുകളും നിങ്ങൾക്ക് എല്ലാ കോഴ്സുകളിലേക്കും ഓപ്ഷൻ നൽകാം. നിങ്ങളൊരു 10-20 ഓപ്ഷനെങ്കിലും നൽകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഒരു ഓപ്ഷൻ മാത്രം വെക്കരുത്. കാരണം പല വിദ്യാർത്ഥികളും ഒരു സീറ്റ് വേക്കൻസി ഉള്ള സ്കൂളൊക്കെ ഓപ്ഷനായിട്ട് വെക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ വെക്കരുത്. നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവിധ സ്കൂളിലേക്കും ഒരു മിനിമം ഒരു 20 ഓപ്ഷൻസ് എങ്കിലും വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒരു സ്കൂളിൽ തന്നെ 4 കോമ്പിനേഷൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു 3-4 സ്കൂൾ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് ഏകദേശം ഒരു 10 ഓപ്ഷൻസ് എങ്കിലും സാധാരണഗതിയിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളിലേക്കും കോഴ്സിലേക്കും നിങ്ങൾ ഓപ്ഷനുകൾ വെക്കുക. മിനിമം ഒരു 10-20 വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു ജില്ലയിലേക്കും അതുപോലെ നിങ്ങൾ നിലവിലുള്ള അഡ്മിഷൻ നേടുന്ന ജില്ലയിലേക്കും നിങ്ങൾക്ക്, അതായത് നിലവിൽ നിങ്ങൾക്ക് അഡ്മിഷൻ താല്പര്യമുള്ള ജില്ലയിലേക്കും അതുപോലെ തന്നെ മറ്റൊരു ജില്ലയിലേക്കും വേണമെങ്കിൽ ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. ഈ ഒരു രീതിയിൽ പുതുതായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു ജില്ലയിലേക്ക് വേണമെങ്കിൽ മറ്റൊരു കാൻഡിഡേറ്റ് ലോഗിൻ മറ്റൊരു ജില്ലയിലേക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക്, അതായത് ഒരു സെൻഡ് OTP ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ എല്ലാവിധ ഡീറ്റെയിൽസും വായിച്ച് നോക്കി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്താവുന്നതും അതിനുശേഷം ആവശ്യമുള്ള ഓപ്ഷനുകളൊക്കെ നൽകാവുന്നതും ആണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം ഈ ഒരു 4 മണി വരെയാണ് ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കുക. അതുപോലെ സ്പോട്ട് അഡ്മിഷൻ ആപ്ലിക്കേഷൻ നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ്. കാരണം പല വിദ്യാർത്ഥികളും ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യാനായിട്ട് വിട്ടുപോകാറുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ഈ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടുക. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് വിദ്യാർത്ഥികൾ ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കുകയോ ചെയ്യേണ്ടതാണ്. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഈ സ്പോട്ട് അഡ്മിഷൻ്റെ ഈ ഒരു റിസൾട്ട് അല്ലെങ്കിൽ അഡ്മിഷൻ എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നാളെ രാവിലെ 9 മണിക്ക് മുമ്പായിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ ഈ ഒരു ഭാഗത്തായിട്ട് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു റാങ്ക് ലിസ്റ്റ് കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്ത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പിന്നീട് വരുന്ന പേജിൽ നിങ്ങളുടെ ജില്ല, അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂൾ ഏതാണ് അത്, അതുപോലെ തന്നെ നിങ്ങളുടെ കോഴ്സ് ഏതാണ്, ഏത് കോഴ്സിലേക്കാണോ നിങ്ങൾ ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ എല്ലാ ഓപ്ഷനുകളും ഇതേ സെയിം രീതിയിൽ തന്നെ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. അതായത് ആദ്യം ജില്ല സെലക്ട് ചെയ്യുക, പിന്നീട് നിങ്ങളുടെ സ്കൂൾ സെലക്ട് ചെയ്യുക, പിന്നീട് ഏത് കോഴ്സിലേക്കാണ് അപ്ലൈ ചെയ്തത് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു സ്കൂളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഓരോ സ്കൂളിൻ്റെയും റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ഇതേ രീതിയിൽ പരിശോധിക്കുകയും നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ എത്ര വീതം വേക്കൻസി ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ആദ്യത്തെ സ്കൂൾ നോക്കുന്ന സമയത്ത്, ആദ്യത്തെ കോഴ്സിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ റാങ്ക് ഒരു 10 ആണെന്ന് കരുതുക. ആ ഒരു സ്കൂളിലെ വേക്കൻസി എന്ന് പറയുന്നത് ഒരു 25 ആണെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടും. ഇതേ രീതിയിൽ നിങ്ങൾ വെച്ചിട്ടുള്ള ഓപ്ഷൻ എല്ലാ സ്കൂളിലെയും നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കുകയും ആ ഒരു കോഴ്സിൽ എത്ര വേക്കൻസി ആ ഒരു സ്കൂളിൽ ഉണ്ട് എന്നുള്ളതും അവിടെ അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതും മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കിയ ശേഷം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട്, അതായത് നാളെ രാവിലെ 10 മണി മുതൽ 12 മണിക്കിടയിലായിട്ട് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെയും കൂട്ടി നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ ഫീസ്, അതുപോലെ സ്പോട്ട് അഡ്മിഷൻ അപ്ലൈ ചെയ്തതിൻ്റെ ആ ഒരു സ്ലിപ്പ് എന്നിവ, അതായത് പ്രിൻ്റ് ഔട്ട് എന്നിവ എടുത്തുകൊണ്ട് നിങ്ങളുടെ രക്ഷിതാവിനെയും കൂട്ടി അന്നത്തെ ദിവസം, അത് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട് തന്നെ ആ ഒരു സ്കൂളിൽ എത്തിച്ചേർന്ന് നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ തരുന്നതല്ല. കാരണം മുൻ വർഷം പല വിദ്യാർത്ഥികളും ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് അഡ്മിഷൻ നൽകിയിട്ടുണ്ടായിരുന്നില്ല. കാരണം സ്കൂളിൽ നിന്ന് അവർക്ക് നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്ക് ഓട്ടോമാറ്റിക്കലി
12 മണിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട്, അത് രാവിലെ 10 മണിക്ക് മുമ്പായിട്ടോ അല്ലെങ്കിൽ 12 മണിക്ക് മുമ്പായിട്ടോ നിങ്ങൾ സ്കൂളിൽ എത്തിച്ചേരുക. അതായത് രാവിലെ 10 മണി മുതൽ 12 മണി വരെ വരുന്ന വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവർക്ക് അഡ്മിഷൻ നൽകുക. അതുകൊണ്ട് തന്നെ നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ പോവുകയും നിങ്ങൾക്ക് അവിടെ അഡ്മിഷനായിട്ട് അവർ വരുന്ന വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി വന്ന വിദ്യാർത്ഥികൾക്ക് അതിൽ നിന്നും വേക്കൻസിക്ക് അനുസരിച്ച് അഡ്മിഷൻ നൽകുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഈ ഒരു സ്പോട്ട് അഡ്മിഷന് അപേക്ഷിക്കുകയും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള സ്കൂൾ ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട്, അത് നാളെ രാവിലെ 10 മണി മുതൽ 10 മണിക്ക് ഏകദേശം ഒരു 11:30 ആ ഒരു സ്കൂളിൽ എത്തിച്ചേർന്ന് നിങ്ങൾ അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.